എൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ, എൻ്റെ കുടുംബത്തെ അവഹേളിക്കുന്ന, എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ വൈദികരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേവലം ഒരാളുടെ കാര്യമാണ്. ഇവിടെ നിൽക്കുന്ന വൈദികരൊന്നുമല്ല. എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി നടത്തുന്ന ആളുകളാണ്. പക്ഷെ അത് വേദന ഉണ്ടാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ പ്രശ്നത്തിനുള്ള പരിഹാരമല്ല. സ്വാഭാവികമായും ഈ സമര സമ്മേളനത്തിൽ വരുന്ന എല്ലാവരും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ പറയേണ്ട നിലപാട്, എൻ്റെ വായിൽ നിന്ന് വരേണ്ട നിലപാട് വേറെ പല ആളുകളും ചെറായി മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് നടന്ന, ആ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനത്തിൽ അന്നത്തെ MP എന്നുള്ള രീതിയിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും ഞാനവിടെ ചെല്ലുകയും അവർക്ക് പരിപൂർണമായ ഐക്യദാർഢ്യം, നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന എൻ്റെ നിലപാട് ആണ് എന്നുള്ള രീതിയിൽ ചില വൈദിക ശ്രേഷ്ഠർ നടത്തുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗത്തിന്റെ സാരാംശം, ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ തേടുക എന്നുള്ളതാണ്. ഈ പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത് കൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെ ക്രിയാത്മകമായി നിയമപരമായി ചെറായിലെ വിഷയം, മുനമ്പത്തെ ഈ മനുഷ്യാവകാശ ലംഘനം എങ്ങനെ സാധൂകരിക്കാൻ കഴിയുമെന്നാണ് ഞാനും നിങ്ങളും കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യൻ പാർലമെന്റ് നിയമിച്ചിട്ടുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നിങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. കാരണം ക്രിയാത്മകമായ നടപടികളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാക്കും. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ ഇത്തിരി അഗ്രസീവായി പറയാനുള്ള കാരണം, എന്നെ വേദനിപ്പിക്കുന്ന, എൻ്റെ പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുന്ന, എൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ, എൻ്റെ കുടുംബത്തെ അവഹേളിക്കുന്ന, എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ വൈദികരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേവലം ഒരാളുടെ കാര്യമാണ്. ഇവിടെ നിൽക്കുന്ന വൈദികരൊന്നുമല്ല. എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി നടത്തുന്ന ആളുകളാണ്. പക്ഷെ അത് വേദന ഉണ്ടാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചേരിതിരിവുണ്ടാക്കി, ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന് വരുത്തി തീർത്ത് അതിലേക്ക് നുറഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചില ഫണ്ടമെന്റലിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇത് നയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കണം. ഏതായാലും